പാർട്ടിക്കും സർക്കാരിനുമെതിരെ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണങ്ങൾ ഏറ്റുപിടിച്ച് മുന്നോട്ട് വന്നത് തെറ്റുതിരുത്തി കൂടെ നിർത്താനുള്ള സമീപനത്തിന്, പാർട്ടി സ്വീകരിച്ച സമീപനത്തിന് അംഗീകാരം നൽകുന്നില്ല എന്നുള്ള കൃത്യമായ മറുപടി തന്നെയാണ്. എന്നാൽ അത് മനസ്സിലാക്കാനോ തെറ്റുതിരുത്തി മുന്നോട്ടേക്ക് പോകാനോ തയ്യാറാവാതെ താൻ സ്വയം ഒരു സ്വതന്ത്രനായി നിയമസഭയിൽ നിൽക്കുന്ന ഒരു നില ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പാർട്ടി ഈ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. പാർലമെൻ്ററി പാർട്ടി അംഗത്വത്തിനുള്ള സ്ഥാനം സ്വയം വലിച്ചെറിയുന്ന രീതിയാണ് അൻവർ സ്വീകരിച്ചത്. അതും രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതോടെ അൻവറിൻ്റെ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇതോടെ അവസാനിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ദുഷ്പ്രചരണങ്ങളെ തുറന്നു കാട്ടുന്നതിനും പ്രതിരോധിക്കാനും പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരും രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് ചൂണ്ടിക്കാണിക്കാൻ. ആരെങ്കിലും ഓരോരാളായിട്ട് പറഞ്ഞു, ഓരോരാളായിട്ട് പറഞ്ഞു, എല്ലാം പറയുന്നതിന് കേൾക്കാം. ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പി ശശിക്ക് ക്ലീൻ ചീറ്റ് നൽകി. അതേസമയം അൻവറിന്റെ കാര്യത്തിൽ ആകട്ടെ പാർട്ടി പരിശോധിക്കേണ്ട കാര്യമില്ലേ, പാർട്ടി പരിശോധിക്കേണ്ടതേ ഉള്ളൂ. അൻവർ എഴുതി കൊടുത്ത പരാതിയെ സംബന്ധിച്ച് ഗവൺമെൻറ് എടുക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഗവൺമെൻറ് എടുത്തത്. ആ ഗവൺമെൻറ് എടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും അറിയുന്നതാണ്. അന്വേഷിക്കുന്നതിനാവശ്യമായ നിലപാട് സ്വീകരിച്ചു. DGPയെ തന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. 1 മാസത്തെ കാലാവധി പരിശോധിക്കട്ടെ, അന്വേഷിക്കാം. പിന്നീട് എഴുതുന്നത് ഒരു പ്രശ്നം ശശിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. പാർട്ടി പരിശോധന എന്ന് പറയുന്നത് ഗവൺമെൻറ് പരിശോധന പോലെ പരസ്യപ്പെടുത്തുന്ന പരിശോധനയല്ലല്ലോ. ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ അതിന്റെ ഭാഗമാണ്. അല്ല, അത് DGPയുടെ അത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനാണല്ലോ പറഞ്ഞത്. അന്വേഷിച്ചതിന്റെ ഭാഗമായിട്ട് ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ അതും പരിശോധിക്കാം. അതെ, അതും കൂടി വരും. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ലൈംഗിക ആരോപണം പറഞ്ഞിട്ടില്ല. ഒരു ലൈംഗിക ആരോപണവും ഞങ്ങളുടെ മുമ്പിലില്ല. പാർട്ടി